The Odyssey by my favorite director, Christopher Nolan. The epitome of 5.1 surround sound. ഡോൾബി 5.1 സറൗണ്ട് ആയാലും അതുപോലെ തന്നെ ഐമാക്സ് 5 ചാനലാണേലും ശരി മതി. അത് വെച്ചിട്ട് എന്ത് കാണിക്കാൻ പറ്റും, എന്ത് കേൾപ്പിക്കാൻ പറ്റും എന്നുള്ളത് നോളൻ ഇതിനു മുന്നേ തെളിയിച്ചിട്ടുണ്ട്, വീണ്ടും റിമൈൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരു നല്ല ഒരു ക്രിയേറ്റിവിറ്റിയുള്ള, കഴിവുള്ള, സ്കില്ലുള്ള, പണിയറിയാവുന്ന ആൾക്ക് ഒരു മുട്ടുസൂചി അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ആയുധമാണ്. എ ഗ്രേറ്റ് വാറിയർ നീഡ്സ് ഓൺലി എ ടൂത്ത് പിക്ക് ടു ഫൈറ്റ്, ടു പെർഫോം, ടു ഷോ ഓഫ് സ്കിൽസ്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. ആദ്യം എനിക്കിത് പറയണമെന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ കാണാൻ നിങ്ങൾക്ക്, എൻ്റെ അഭിപ്രായത്തിൽ, നിങ്ങളുടെ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ മനസ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 70mm IMAX ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. പ്രോപ്പർ 70mm IMAX, 15 പെർഫറേഷൻസ് 70mm IMAX. അത് ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടു എനി ഡോൾബി സിനിമ അല്ലെങ്കിൽ PXL അല്ലെങ്കിൽ എപ്പിക് സ്ക്രീൻസ് അല്ലെങ്കിൽ HDR by ബാർക്കോ എക്യുപ്ഡ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഉള്ള സ്ക്രീൻ. കാരണം ഇവിടെയൊക്കെയാണ് ഹൈ ബിറ്റ് റേറ്റിൽ നിങ്ങൾക്ക് കിഡിലിനായിട്ട് കണ്ടന്റ് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ എന്തായാലും ഫിലിം, IMAX ഫിലിം 15/70 പെർഫറേഷൻസിലുള്ള ആ ഒരു ഫിലിമിൽ കാണിക്കുന്ന, പ്രൊജക്റ്റ് ചെയ്യുന്ന തിയേറ്ററിൽ കാണാൻ പറ്റിയ നിങ്ങൾ അത് ചൂസ് ചെയ്യുക. അതാണ് ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാൻ പോണത്. അതെ, ഇതാണ് IMAX ഫിലിം. ഈ കാണുന്ന IMAX ഫിലിം, ഈ IMAX ഫിലിമിൽ കാണാൻ പറ്റിയാൽ, അതിൽ കാണാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതെ വേറെ കാണിച്ചു തരാം. ഇത് ഡാർക്ക് നൈറ്റ് റൈസസിൻ്റെ IMAX ഫിലിമിൻ്റെ സാമ്പിളാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ഫോർമാറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുക. അല്ലെങ്കിൽ ഡോൾബി സിനിമ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ HDR by ബാർക്കോ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ LED സ്ക്രീൻസ്, ഓണിക്സ് സ്ക്രീൻസ്, അല്ലെങ്കിൽ ഏതെങ്കിലും LED സ്ക്രീൻ, അല്ലെങ്കിൽ എപ്പിക് ലക്സോൺ സ്ക്രീൻ, ഇതൊക്കെ ചൂസ് ചെയ്യാൻ നോക്കുക. ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ ഉള്ള. അതും ഇല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ, ഞാൻ ആണെങ്കിൽ ഐ വിൽ നെവർ ചൂസ് എനി ഡിജിറ്റൽ IMAXs. അതിപ്പോൾ ലേസർ ആണെങ്കിൽ പോലും ഐ വിൽ നോട്ട് ചൂസ് ഇറ്റ് എന്ന് ഞാൻ പറയും. കാരണം ഒന്നാമത് ഇപ്പോൾ ഭയങ്കര ഓവർ പ്രൈസ്ഡ് ആയിട്ടാണ് എനിക്ക് ടിക്കറ്റ്സ് തോന്നിയിരിക്കുന്നത്. അത് കൂടാതെ എൻ്റെ മേജർ കൺസേൺ അതിനേക്കാൾ കൂടുതൽ ലോ ബിറ്റ് റേറ്റ് DCP ആണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ബുക്ക് ചെയ്തത് ഡിജിറ്റൽ IMAX ആയിട്ടുള്ള നമ്മുടെ കൊച്ചി IMAX വിത്ത് ലേസർ വെന്യൂലായിരുന്നെങ്കിൽ പോലും ഞാൻ ആ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയുണ്ടായി. ലാസ്റ്റ് മിനിറ്റ് വരെ, ഇന്ന് രാവിലെ വെളുപ്പിന് 5 മണി വരെ ഞാൻ നോക്കി, വേറെ ഫയൽ വന്നില്ല. അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ PXL അപ്പോൾ 5 മണി, നിങ്ങൾക്ക് എൻ്റെ ബുക്കിംഗ് ടൈം നോക്കി അറിയാം, ഞാൻ 5:30 കണ്ടുകൊണ്ട് ടിക്കറ്റ് എടുത്തിട്ട് ഞാൻ PXL കാണാൻ പോയത്. എൻ്റെ കയ്യിൽ കൂപ്പൺ വരെ ഉണ്ടായിരുന്നിട്ട് പോലും ഞാൻ ചൂസ് ചെയ്യാതിരിക്കണമായിരുന്നു. കാരണം നല്ല ഫയൽ വരട്ടെ എന്ന് വിചാരിച്ചു, വന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ തീർച്ചയായിട്ടും, എനിക്ക് മോശം ഫയൽ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ PXL ഞാൻ ഈ സിനിമ കണ്ടത്. 1.85:1 റേഷ്യോയിലാണ് ഞാൻ കണ്ടത്. DCP ഓൾമോസ്റ്റ് നല്ലൊരു ബിറ്റ് റേറ്റ് ആയിട്ടുള്ള DCP ആയിരുന്നു, നല്ല ഫയൽ സൈസ് ഉള്ള DCP ആയിരുന്നു. ഗംഭീര വിഷ്വൽ ആൻഡ് ഓഡിയോ ക്വാളിറ്റിയിൽ എനിക്ക് ഈ സിനിമ കാണാൻ പറ്റി. ഞാൻ കണ്ടത് ഇതിൻ്റെ പരിപൂർണമായ 1.43:1 റേഷ്യോയിലല്ല. ഈ സിനിമ ഫുള്ളി ഷോട്ട് ഇൻ 1.43:1 ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോയിലാണ്. അതും ഒറിജിനൽ OG IMAX ആസ്പെക്ട് റേഷ്യോയിലാണ്. ആ റേഷ്യോയിൽ കാണണമെങ്കിൽ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്ക്രീൻ പോലും ഇല്ല. സ്ക്രീനുണ്ട്, പക്ഷേ പ്രിൻ്റ് ഇല്ല. വിറ സയൻസ് സിറ്റി IMAXൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സിനിമയുടെ പ്രിൻ്റ് അവിടെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിയറസ്റ്റ് തിയേറ്റർ ടു വാച്ച് ദിസ് മൂവി ഇൻ ഇറ്റ്സ് ഒറിജിനൽ റേഷ്യോ അത് മെൽബൺ IMAX ഇൻ ഓസ്ട്രേലിയ മാത്രമാണ്. എന്തായാലും അതൊരു ഡ്രീമായിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. എന്തായാലും അവിടെ പോയി സിനിമ കാണുന്നതായിരിക്കും. ഞാൻ അവിടെ ലിറ്ററലി ചെന്നിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷേ ആ തിയേറ്ററിൻ്റെ ഓരോ മുക്കും മൂലയ്ക്കും എനിക്കറിയാം. കാരണം അത്രത്തോളം ഞാൻ അങ്ങോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. BFI ലണ്ടൻ IMAXും അതുപോലെ തന്നെ മെൽബൺ IMAXും ആണ് എൻ്റെ ഒരു ഗോ ടു ബക്കറ്റ് ലിസ്റ്റ് ഓഫ് IMAX തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റിയാൽ നിങ്ങൾ അവിടെ പോയി കാണുമെന്ന് ഞാൻ പറയും. അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ HDR by ബാർക്കോ, ഡോൾബി സിനിമ, അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും ഒരു 4K ലേസർ പ്രൊജക്ഷൻ വിത്ത് 5.1 എക്യുപ്ഡ് ആയിട്ടുള്ള സ്പീക്കർ മതി. അതിൽ തന്നെ നിങ്ങൾക്ക് ഗംഭീര എക്സ്പീരിയൻസ് കിട്ടും. ഓക്കെ, ഇത് ആദ്യമേ എനിക്കൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് ഇനി ബാക്കി ഞാൻ ഈ സിനിമയെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. എനിക്ക് ഈ സിനിമ എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള, നിങ്ങൾ എന്തായാലും ഈ സിനിമ സ്വയം പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം.
എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഈ സിനിമയ്ക്ക് വേറിട്ട അഭിപ്രായങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. എനിക്ക് തന്നെ ഒരുപാട് വേറിട്ട അഭിപ്രായങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നോളൻ സിനിമ ആയതുകൊണ്ട് തന്നെ ഓപ്പൺഹൈമർ പോലെ തന്നെ എനിക്കൊരു തരി പോലും ഇഷ്ടപ്പെടാഞ്ഞ സിനിമയാണ് ഓപ്പൺഹൈമർ. ഞാൻ പലപ്പോഴും ഞാനത് പറഞ്ഞിട്ടുണ്ട്, മിക്കവർക്കും അത് അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ മിഡ് നൈറ്റ് പ്രീമിയർ പോയി കണ്ട സിനിമയാണ്. എനിക്ക് ആ സിനിമ തീരെ വർക്കൗട്ട് ആയില്ല. എനിക്ക് അതിൻ്റെ പേസിങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആ സിനിമ ഡെഡ് ബോറിംഗ് ആയിരുന്നു. ഞാൻ മനസ്സിൽ കണ്ട ഓപ്പൺഹൈമർ അല്ല ഞാൻ കണ്ടത്. ഞാനൊരു നല്ലൊരു കിടിലൻ ഒരു വെർഷൻ ഓഫ് നോളൻ്റെ ഓപ്പൺഹൈമർ കാണാൻ പറ്റുമെന്ന് വിചാരിച്ച് പോയിട്ട് ഞാൻ കണ്ടത് ഒരു ഹിസ്റ്ററി ചാനലിൽ ഡോക്യുമെൻ്ററി ലെവൽ സാധനമായിരുന്നു. എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ആ സിനിമക്ക് ഓസ്കർ കിട്ടി, ഇൻക്ലൂഡിങ് ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ആക്ടറൊക്കെ കിട്ടി. ഐ അപ്രിഷിയേറ്റ് ദ ആക്ടർ കിലിയൻ മർഫി, ലുഡ്വിഗ് ഗൊറാൻസിൻ്റെ സ്കോറിങ് ആയിക്കോട്ടെ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ ആ സിനിമയുടെ ക്യാമറ വർക്ക് എല്ലാം സെറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. പക്ഷേ എനിക്ക് ആ സിനിമയുടെ പേസിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഇറ്റ് വാസ് എ ഡെഡ് ബോറിംഗ് മൂവി ഫോർ മീ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഞാൻ ആദ്യമേ പറയുകയാണ്. അപ്പോൾ അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി ഞാൻ ബാക്കി പറയാൻ പോണ കാര്യങ്ങൾ ഇനി നിങ്ങൾ അതിൽ നിന്നും ബാക്കി മനസ്സിലാക്കുക. എന്നെ സംബന്ധിച്ചിട്ട് ദിസ് മൂവി ഷുഡ് ഹാവ് ബീൻ ഡയറക്റ്റഡ് ബൈ ജാക്ക് സ്നൈഡർ. കാരണം ഇതൊരു ഗ്രീക്ക് മെത്തോളജിയാണ്. ഇത് നമ്മുടെ ഇവിടെ രാമായണം മഹാഭാരതം എന്നൊക്കെ പറയുന്ന പോലെ ഒരു മെത്തോളജിക്കൽ ഒരു സാധനമാണ്. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ ഡയറക്ടർ എൻ്റെ മനസ്സിലേക്ക് വന്നത് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജാക്ക് സ്നൈഡർ ആയിരുന്നെങ്കിൽ ആ ഒരു പെർഫെക്റ്റ് ബാലൻസ് ഓഫ് ടെക്നിക്കാലിറ്റി, ആ സിനിമാറ്റിക്കൽ എക്സ്പീരിയൻസ്, ഫാസ്റ്റ് പേസിങ്, ആക്ഷൻ പാക്ഡ് സീക്വൻസസ് എല്ലാം കൂടി ഒത്തുചേർന്ന് വന്നാനേ എന്ന് എനിക്ക് തോന്നിപ്പോയി ഈ സിനിമ കണ്ടപ്പോൾ. കാരണം ഈ സിനിമയിലേക്ക് വന്നപ്പോഴേക്കും ഐ ഫെൽറ്റ് എൻ്റെ ഏറ്റവും ആബ്സല്യൂട്ട് ഫേവറേറ്റ് ഡയറക്ടറാണ് ക്രിസ്റ്റഫർ നോളൻ. എന്നിട്ട് ഞാൻ പറയണം, ഐ ഫീൽ നൗ ഹീ ഈസ് ബിക്കമിങ് ഓസ്കർ ബെയ്റ്റ്, ഓസ്കർ ഗ്രീഡി എന്ന് എനിക്ക് തോന്നിപ്പോയി കണ്ടു കഴിഞ്ഞപ്പോൾ. കാരണം പുള്ളി എന്തുകൊണ്ട് ഇപ്പോഴും ഈ ഒരു പേസിങ്ങിൽ പോകണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ പേസിങ് പിന്നെയും കുഴപ്പമുണ്ടായിരുന്നില്ലെങ്കിൽ പോലും സെക്കൻഡ് ഹാഫിലെ പേസിങ് എനിക്ക് ഭയങ്കര ഡ്രാഗിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ആയത്. ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ എനിക്കൊരു സമ്പൂർണ്ണ തോൽവിയായിട്ടാണ് ഫീൽ ആയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ മാറ്റ് ഡേമൻ, ഹി വാസ് സ്റ്റെല്ലർ ഇൻ ദിസ് റോൾ. വേറെ ലെവലായിരുന്നു, ഒന്നും പറയാനില്ല. ടെലിമാക്കസ് ആയിട്ട് മകനായിട്ട് അഭിനയിച്ച നമ്മുടെ ടോം ഹോളണ്ട്, ഹി വാസ് ജസ്റ്റ് ഗുഡ്, അത്രേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ എക്സലൻ്റ് എന്നോ മറ്റേ വർഷമൊന്നും പറയാൻ പറ്റില്ല. ഒരു നോളൻ മൂവിയിൽ ഗുഡായ പോരാ. നോളൻ മോസ്റ്റ്ലി ബ്രിങ്സ് ഔട്ട് ദ എക്സലൻസ് ഇൻ ആൻ ആക്ടർ. ഇതിനകത്ത് ടോം ഹോളണ്ട് അഭിനയിച്ചു, ഓക്കെ. പിന്നെ ഇതിനകത്ത് വേറെ ലെവലിൽ അഭിനയിച്ചത് എന്നെ ഞെട്ടിച്ചത്, കൂടെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് റോബർട്ട് പാറ്റിൻസൺ. ഇതിനകത്ത് ഓൺ എ നെഗറ്റീവ് റോൾ എൻ്റെ മോനെ വേറെ ലെവലായിരുന്നു. പുള്ളിയുടെ റേഞ്ച് പുള്ളിക്ക് തന്നെ അറിയുമെന്ന് എനിക്കിപ്പോൾ അറിയില്ല. കാരണം അന്ത സ്റ്റാർക്ക് ഡിഫറൻസ് ഓഫ് റോൾസ് ആണ് റോബർട്ട് പാറ്റിൻസൺ ചെയ്യുന്നത്. ഗംഭീരം. എന്നെ സംബന്ധിച്ചിട്ട് ഇതിലകത്ത് ഉള്ള 2 റോള്, അതായത് മാറ്റ് ഡേമൻ്റെ ഒഡീസിയസ് എന്നുള്ള റോളും അതുപോലെ റോബർട്ട് പാറ്റിൻസൻ്റെ ആ റോളും ഒഴികെ എന്നെ സംബന്ധിച്ച് ഇതിനകത്തുള്ള കാസ്റ്റിംഗ് എനിക്ക് ഭയങ്കര ശോകമായിട്ടാണ് ഫീൽ ചെയ്തത്. എസ്പെഷ്യലി ഹെലൻ ഓഫ് സ്പാർട്ടേനെയൊക്കെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹെലൻ ഓഫ് ട്രോയിനെയൊക്കെ ഒരുമാതിരി കോമഡി പീസാക്കി കളഞ്ഞായിട്ടാണ് എനിക്ക് തോന്നിയത്. ഹെലൻ്റെ ട്വിൻ സിസ്റ്ററിനെയൊക്കെ വൻ കോമഡി പീസാക്കിയ പോലെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അതുപോലെ ഇതിനകത്ത് സേഴ്സിയുടെ ക്യാരക്ടർ, സേഴ്സി എന്ന് പറഞ്ഞാൽ ആ ഒരു വിച്ചിൻ്റെ ക്യാരക്ടറിൻ്റെ കാസ്റ്റിംഗ് എനിക്ക് അത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും വേറൊരു നോൺ ഫേസ് ആയിട്ടുള്ള ഒരു ആക്ട്രஸെ വെച്ച് ചെയ്യിപ്പിക്കണമായിരുന്നു. ആ ഒരു വിച്ചി ഫീലിംഗ് എനിക്ക് തോന്നിയില്ല. ഇതിനകത്ത് നമ്മുടെ പേൾ എന്നുള്ള ക്യാരക്ടർ അഭിനയിച്ചിട്ടുള്ള നടിയുണ്ടല്ലോ, പേൾ എന്നുള്ള നമ്മുടെ സൈക്കോ ക്യാരക്ടർ, പുള്ളിക്കാരിനെ ആ ക്യാരക്ടറിൽ ഇട്ടിരുന്നത് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നെന്ന് എനിക്ക് തോന്നിപ്പോയി. ആ ക്യാരക്ടേഴ്സ് സ്വിച്ച് ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ അങ്ങനെ കുറേ ആൻ ഹാത്വേയുടെ ക്യാരക്ടർ ഇൻഡിവിജ്വലി നോക്കിയപ്പോൾ കുഴപ്പമില്ലാന്ന് തോന്നിയെങ്കിൽ പോലും എനിക്കെന്തോ മാറ്റ് ഡേമനും ആൻ ഹാത്വേയും തമ്മിൽ ഒരു കെമിസ്ട്രി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഒരു ഹസ്ബൻഡ് വൈഫ്, എനിക്ക് അവരുടെ ഒരു ലവിൻ്റെ ഡീപ്നെസ്സോ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി എനിക്ക് അത്ര വലിയ ഒരു ഇതായിട്ട് ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. എന്താണെന്നറിയില്ല, എനിക്കെന്തോ അവരുടെ ആ കെമിസ്ട്രി അങ്ങോട്ട് വർക്കായിട്ടില്ല. പാസ്റ്റിലുള്ള ഒരു ഭാഗം കാണിച്ചത് പിന്നെയും കുഴപ്പമില്ലായിരുന്നെങ്കിൽ പോലും ആ ഒരു സീൻ ഒഴികെ എനിക്ക് ഭയങ്കരമായിട്ട് കെമിസ്ട്രി വർക്കായിട്ടില്ല. മാറ്റ് ഡേമൻ വിത്ത് ഷാർലീസ് തെറോൺ പിന്നെയും രസമുണ്ടായിരുന്നു. പക്ഷേ ഷാർലീസ് തെറോണിന് ചെറിയ ആ റോള് ഷാർലീസ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഷാർലീസിൻ്റെ ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര നല്ലതായിരുന്നു. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കാണുമ്പോൾ എനിക്ക് ഇതിനകത്ത് ആ ഒരു മെത്തോളജിയിലുള്ള ഇപ്പോൾ ഗോഡസ് അഥീനയായിട്ട് കാണിച്ചത് സെൻഡായനെയാണ്. സെൻഡായ കണ്ടിട്ട് എനിക്കൊരു ഗോഡസ് ആയിട്ട് തോന്നണില്ല.
ഇത് ഇവരെല്ലാവരും ഭയങ്കര ഗ്രൗണ്ടഡ് ഒരു ഒരു സാധാരണ ആൾക്കാരെന്നല്ലാതെ എനിക്ക് ഒരു ഗോഡസിന്റെ ആ ഒരു മൈറ്റിനെസ്സോ അല്ലെങ്കിൽ ഗോഡ്സ് ആണെന്നുള്ളോ അല്ലെങ്കിൽ ഇപ്പൊ ഹേഡീസിന്റെ കാണിച്ചപ്പോഴോ ഒന്നും എനിക്ക് ആ ഒരു മെത്തോളജി ഫീൽ ആവുന്നില്ല. ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എനിക്ക് ഇതിന്റെ ലോർ അറിയാം. എനിക്ക് ഈ ഹോമർ എഴുതി വെച്ചിരിക്കുന്ന പോയത്തിനെ ബേസ് ചെയ്തിട്ടുണ്ട് കംപ്ലീറ്റ് ലോർ എനിക്കറിയാം. ഞാൻ ഏകദേശം ഒരു 2.5 മണിക്കൂർ കംപ്ലീറ്റ് ലോർ കുത്തിയിരുന്ന് കണ്ട് മനസ്സിലാക്കിയ ഒരാളാണ്. എനിക്ക് അതുകൊണ്ട് ഓക്കെ മനസ്സിലായി കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഈ ലോർ അറിയാത്ത എന്താണ് ഈ ഓഡിസി അല്ലെങ്കിൽ ഓഡീസസിന്റെ ഈ കഥ, ഈ ഓഡീസസിന്റെ ഹോം കമ്മിങ് പ്രയാണം എന്താണെന്ന് അറിയാത്ത ഒരാൾ ആദ്യമായിട്ട് ഇതൊന്നും അറിയാതെ ഈ കഥയെ പറ്റിയോ മെത്തോളജിയെ പറ്റിയോ ഒരു ഇന്ത്യ അറിയാതെ പോയി ഈ സിനിമ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക സാധനം ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരും എന്നാണ് എനിക്ക് ഫീൽ ആയത്. അതുപോലെ തന്നെ ഇതൊരു ഗ്രീക്ക് മെത്തോളജി, അതിനകത്ത് മോൺസ്റ്റേഴ്സിനെ കാണിക്കുന്ന സീനുണ്ട്. ചില സാധനങ്ങൾ വേറെ ലെവൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സൈക്ലോപ്സിനെ കാണിച്ച സീൻ അത് വേറെ ലെവലായിരുന്നു. ജയൻസിനെ കാണിച്ച സീൻ അതും അടിപൊളിയായിരുന്നു. ഒക്കെ സമ്മതിച്ച് ടെക്നിക്കലി ബ്രില്യൻ്റ്, ഒന്നും പറയാനില്ല, വേറെ ലെവൽ. പക്ഷെ അതേസമയം തന്നെ എനിക്ക് തോന്നിയത് ഇതിനകത്ത് സീ മോൺസ്റ്റർ ഇതിലൊരു ആ സീ മോൺസ്റ്ററിന്റെ പേര് ഞാൻ പറഞ്ഞു, എന്താണ് ഞാനിവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പേര് മറന്നുപോയി. ആ സൈല എന്നുള്ള 6 തലയുള്ള ഒരു സീ മോൺസ്റ്റർ ഉണ്ട്. ആ സീ മോൺസ്റ്ററിനെ എടുത്ത് നോക്കുമ്പോൾ ഒരു കിടിലൻ കാണാൻ തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു മോൺസ്റ്റേഴ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക ഗോഡ്സില്ല വേഴ്സസ് കോങ് ഒക്കെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ കൈജു പരിപാടി, അപ്പോൾ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ സൈറേനെ എടുത്ത് നോക്കുമ്പോഴേക്കും ഇങ്ങനെയാണ് കാണുന്നത്. ഇത് പ്രതീക്ഷിച്ചിട്ട് ഞാൻ കണ്ടത് ഒരുമാതിരി മറ്റേ മൂട്ടോനെ കാണിക്കൂലേ ഇതിനകത്ത്, നമ്മുടെ ഗോഡ്സില്ല കോങ്ങിനകത്ത് മൂട്ടോനെ കാണിച്ചില്ലേ, മൂട്ടോടെ ഒരു വയ്യാത്ത വെർഷൻ. അതായത് ഈ സീ മോൺസ്റ്ററിന് വയ്യ, 6 തലയുള്ള സീ മോൺസ്റ്ററിന് വയ്യ, അങ്ങനത്തെ ഒരു അവിഞ്ഞ സീ മോൺസ്റ്ററിനെ കാണിച്ച പോലത്തെ ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നി. അതൊക്കെ എനിക്ക് ഭയങ്കര ഷോക്കായിട്ട് തോന്നി. അതേസമയം ഈ സിനിമ കംപ്ലീറ്റ്ലി എടുത്തു വെച്ചിരിക്കുന്ന എന്താണ് ഹോയ്റ്റവൻ ആണ് ഇത് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഷോട്ട് വിത്ത് ഐമാക്സ് ക്യാമറ, OG ഐമാക്സ് ക്യാമറ, അതും ഡേവിഡ് കീലി എന്നുള്ള പുതിയ ഐമാക്സ് ക്യാമറ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല, അതൊക്കെ സെറ്റാടേ, ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കലി ദിസ് ഇസ് ടോപ്പ് നോച്ച്, ഇറ്റ് ഇസ് എപ്പിറ്റോം. പക്ഷേ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാം ഉണ്ട്. പീരങ്കി ഉണ്ട്, ആറ്റം ബോംബ് ഉണ്ട്, മറ്റുണ്ട് മറിച്ചുണ്ട്, പടയാളികളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പൊട്ടിയില്ല ഒത്തില്ല എന്ന് പറഞ്ഞ പോലത്തെ സീനാണ് ചില സമയത്ത് തോന്നിയത് എനിക്ക്. എന്നാൽ ഇതൊക്കെ കൊണ്ടുപോയി ആ സാക് സ്നൈഡറിൻ്റെ കൊടുത്തു നോക്കുക. അപ്പം പുള്ളി കാണിച്ചത് എങ്ങനെ വെടി വെക്കണം, എങ്ങനെ ഒരു യുദ്ധം പയറ്റണമെന്നുള്ള കാണിച്ചു തന്നാനെ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തു. ഈവൻ റിഡ്ലി സ്കോട്ടിൻ്റെ കൊണ്ട് കൊടുത്താൽ പോലും എനിക്ക് തോന്നുന്നത് ഇതിനേക്കാൾ നന്നായിട്ട് കുറച്ചും കൂടി കാണിച്ചാനെന്ന് എനിക്ക് തോന്നിപ്പോയി. ഈവൻ എനിക്ക് ഫസ്റ്റ് ആക്ട് സെക്കൻഡ് ആക്ട് തേർഡ് ആക്ട് എന്നുള്ള രീതിയിൽ സിനിമയെ ഡിവൈഡ് ചെയ്തപ്പോൾ ഫസ്റ്റ് ആക്ടും സെക്കൻഡ് ആക്ടും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും തേർഡ് ആക്ട് എനിക്കൊരു തണുത്ത ആക്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലാസ്റ്റ് ഞാൻ റൂട്ട് ചെയ്ത് ഞാൻ ആക്ച്വലി ഹൗൾ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു മൂമെന്റ് വരണവരെ ഞാൻ ഈ ഒരുമാതിരി അവിഞ്ഞ അവസ്ഥയിലാണ് ഞാൻ ഇരുന്ന് വെച്ചത്. കാരണം വെച്ചിട്ട് അങ്ങോട്ട് എത്താൻ കുറേ സമയം എടുത്ത പോലെ ഫീൽ ചെയ്ത്. ആ ഒരു പർട്ടിക്കുലർ എൻഡ് ആക്ച്വലി നല്ലതായിരുന്നെങ്കിൽ പോലും എന്തിനാണ് ഇങ്ങനെ ഇത്രയും വലിയ ഒരു ഓഡിസി പോലത്തെ ഒരു മാരക വലിയ ഒരു ഗ്രീക്ക് മെത്തോളജി സാധനത്തിന് എന്തിനാണ് ഗ്രൗണ്ടഡ് ആക്കാൻ നോക്കുന്നത്? അതെനിക്ക് മനസ്സിലായില്ല. ഓസ്കർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഓസ്കർ ബെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? മറ്റേ മഹാകാവ്യം മഹാത്മാ എന്താ പറയുക അവാർഡ് പടം എടുത്തു വെച്ചിട്ട് കുറെ അവാർഡ് വാരിക്കൂട്ടിയത് മാത്രം മതിയാ? നാട്ടുകാർക്ക് ഇത് എന്റർടൈനിങ് ആവണ്ടേ? ഒരു രാമായണം എടുത്തു വെച്ചിട്ട് രാമായണം അവാർഡ് പടം പോലെ എടുത്തു വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഇതിനകത്ത് തോന്നിയത്. ഞാൻ ഈ സിനിമയെ ഹെയ്റ്റ് ചെയ്യുന്നതല്ല, ഈ സിനിമയിലെ ടെക്നിക്കൽ കാര്യങ്ങൾ പല സംഭവങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് തിയേറ്ററിൽ തന്നെ എന്ന് കാണണമെന്ന് ഞാൻ പറയും. പക്ഷേ എനിക്ക് പറയാനുള്ള കാര്യം എനിക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ. ഇതിനകത്ത് there were portions that I really liked and I really got bored watching. അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ദിസ് ഇസ് നോട്ട് ഡെഫിനറ്റ്ലി ക്രിസ്റ്റഫർ നോളൻസ് ബെസ്റ്റ് വർക്ക് അണ്ടിൽ ഡേറ്റ്. അതും പറയാൻ പറ്റൂല. കാരണം എന്നെ സംബന്ധിച്ചിട്ട് പ്രസ്റ്റീജ്, എന്നെ സംബന്ധിച്ചിട്ട് ഇൻസെപ്ഷൻ, എന്നെ സംബന്ധിച്ചിട്ട് ഇൻഡസ്ട്രിയലൊക്കെ വേറെ ലെവൽ പടങ്ങളാണ്. ഡാർക്ക് നൈറ്റ് റൈസസ് ഉൾപ്പെടെ, ഡാർക്ക് നൈറ്റ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പടം, എന്നാലും ഡാർക്ക് നൈറ്റ് റൈസസ് ഉൾപ്പെടെ ഇത്രയും വേറെ ലെവൽ പടം ചെയ്ത ഒരാള് ഇങ്ങനത്തെ ഒരു പടം ചെയ്തിട്ട് അത് ബോറിംഗ് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓപ്പൺഹൈമർ ആക്സെപ്റ്റ് ചെയ്യാത്തത്. അത് ലോകത്തുള്ള എല്ലാ ക്രിട്ടിക്സും അതിന് എത്ര റേറ്റിംഗ് കൊടുത്തോട്ടെ, എല്ലാ അവാർഡും കൊടുത്തോട്ടെ, ഓസ്കർ വാരിക്കോരി ഓസ്കർ കൊടുത്തോട്ടെ, പക്ഷേ എന്നെ സംബന്ധിച്ച് ആ സിനിമ ബോറിംഗ് ആയിരുന്നു. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് ഈ സിനിമയിലേക്ക് വന്നപ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് വാസ് സൂപ്പർ എൻ്റർടൈനിങ്, സൂപ്പർ
എന്താ പറയുക ഭയങ്കര ഗ്രിപ്പിംഗ്. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര സ്ലോ പേസ്ഡ് ആയിരുന്നു. സ്ലോ ബേണർ എന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥ. ഭയങ്കര ഡെഡ് ഡ്രാഗിങ് ആയിട്ട് എനിക്ക് തോന്നി സെക്കൻഡ് ഹാഫ്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാസ്റ്റിംഗ് ഒക്കെ ഭയങ്കര പ്രശ്നമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. എന്നെ സംബന്ധിച്ചിട്ട് ഇതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ഇതിലെ ഏറ്റവും വലിയ തോൽവി എന്നാണ് എനിക്ക് തോന്നിയത് ഈ സിനിമയുടെ. ഇതിലെ കാസ്റ്റിംഗ് ഡയറക്ടർ ലോക തോൽവിയാണ് എൻ്റെ അഭിപ്രായത്തിൽ. കുറേ ഐക്കോണിക് കാസ്റ്റ് ആവേണ്ടിയിരുന്ന ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ട് നശിപ്പിച്ച് കളഞ്ഞായിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് ആഗംനോൺ എന്നുള്ള ക്യാരക്ടർ അത് പ്ലേ ചെയ്ത മച്ചാൻ, എൻ്റെ മോനെ, പുള്ളിയുടെ പേര് എന്തോ സാഫ്ഡി എന്നാണ്. മച്ചാന് വന്യ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. പുള്ളി ആ 6 പൊക്കുമായിട്ടും വരുമ്പോൾ തന്നെ ഭയങ്കര രസമായിരുന്നു, ഒന്നും പറയാനില്ല. ഹെൽമെറ്റ് കൂരി കഴിഞ്ഞ് സംസാരിക്കാൻ പറ്റേ എന്താണ് മോനെ ആ സീനായിരുന്നെങ്കിൽ പോലും അതല്ലാതെ വാ തുറക്കണ വരെ കിടിലൻ സ്ക്രീൻ പ്രസൻസ് ആയിരുന്നു. വാ തുറന്നു കഴിഞ്ഞപ്പോൾ പോയി. അങ്ങനത്തെ ഒരു ഫീലാണ് എനിക്ക് അടിച്ചത്. എന്തായാലും മാറ്റ് ഡേമൺ കമ്മിങ് ഹോം ക്യാൻ നെവർ ഗോ ലോങ്. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് എ ഗുഡ് മൂവി ബട്ട് നോട്ട് എ ഗ്രേറ്റ് വൺ. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് ടെക്നിക്കൽ മൂവി, ബട്ട് എന്നെ സംബന്ധിച്ച് സിനിമ ആസ് എ ഫോം ഓഫ് എൻ്റർടൈൻമെൻറ്റ്, ആസ് എ ഫോം ഓഫ് എന്നെ പിടിച്ചിരുത്താനുള്ള കഴിവ് ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ദിസ് ഇസ് നോട്ട് എ റീ വാച്ചബിൾ മൂവി ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ ടേസ്റ്റ്. ഞാൻ എടുത്ത് പറയാണ്, ഇൻ മൈ ടേസ്റ്റ്. അപ്പോൾ ഇതെനിക്കൊരു റീ വാച്ചബിൾ മൂവി ആയിട്ട് ഫീൽ ആയിട്ടില്ല. ഇത് ഇൻട്രസ്റ്റെല്ലാറോ അല്ലെങ്കിൽ ഇൻസെപ്ഷനോ അല്ലെങ്കിൽ ഡാർക്ക് നൈറ്റ് റൈസസോ ബാറ്റ്മാൻ ബിഗിൻസോ അല്ലെങ്കിൽ എൻ്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് ആയിട്ടുള്ള പ്രസ്റ്റീജോ ഇതൊക്കെ പോലെ എനിക്ക് 5 തവണ 10 തവണ 20 തവണ കാണാൻ പറ്റില്ല. ഈ സിനിമ രണ്ടാമത് തന്നെ കാണുമ്പോഴേക്കും ചിലപ്പോൾ എനിക്ക് വീണ്ടും ഇതിൻ്റെ ഇരട്ടിക്ക് ചിലപ്പോൾ ബോറടിച്ചെന്ന് വരും. കാരണം ഓൾറെഡി കാര്യങ്ങൾ അറിയാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്രതീക്ഷിച്ചത് ക്ലാഷ് ഓഫ് ടൈറ്റൻസോ അല്ലെങ്കിൽ റാത്ത് ഓഫ് ടൈറ്റൻസ് അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചത് നോളൻ കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട് സാക്ക് സ്നൈഡറിൻ്റെ ആ ലെവൽ ഓഫ് പേസിങ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ പോലും ഇതൊരു വിഷ്വൽ ഓഡിയോ സ്പെക്ടക്കിൾ ആവണമായിരുന്നു, ഭയങ്കര എൻ്റർടൈനിങ് രീതിയിൽ. അങ്ങനെ ആവണമായിരുന്നെങ്കിൽ ഇത് സാക്ക് സ്നൈഡർ ഡയറക്റ്റ് ചെയ്യണമായിരുന്നു എന്നാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം ഐ സ്ട്രോങ്ലി ഫീൽ, എൻ്റെ ഒപ്പീനിയൻ ഞാൻ പറയുന്നത്, ഐ സ്ട്രോങ്ലി ഫീൽ ക്രിസ്റ്റഫർ നോളൻ ബാഡ്ലി വാണ്ട്സ് മോർ ഓസ്കാർസ്. അതിനുവേണ്ടി പുള്ളി എന്തോ ഓസ്കർ ബെയിറ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പേസിംഗ് ഒക്കെ കണ്ടപ്പോൾ. ഐ തിങ്ക് ഹീ ഈസ് ഗ്രീഡി ഫോർ ഓസ്കർ നൗ. ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഫേവററ്റ് ഡയറക്ടർ ക്രിസ്റ്റഫർ നോളൻ നിന്ന് ഞാൻ ഇതെല്ലാം പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത് ഈ സിനിമ വന്നില്ല, അത് ഞാൻ പറയുന്നു. ഞാനത് എവിടെയും തുറന്നു പറയും. ആരൊക്കെ എന്തൊക്കെ വന്ന് എന്തൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും കാര്യമില്ല. എത്ര നോളൻ ഫാൻസ്, നോളൻ്റെ കുഞ്ഞമ്മയുടെ മോൻ ആര് വന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. എനിക്കെന്ത് തോന്നി എന്നുള്ളത് ഞാൻ ഇവിടെ നല്ല എവിടെയും പറഞ്ഞിട്ട് പോകും. ഞാനതാ പറഞ്ഞത്. മിക്ക ആൾക്കാരുടെയും വിചാരം ഞാൻ ഈ ഓപ്പൺഹൈമറിൻ്റെ വാൾപേപ്പർ ഇടുന്നത് ജസ്റ്റ് അതിലുള്ള മറ്റേ ആ ഒരു ബോംബ് പരിപാടി ഇത് വെച്ചിട്ടാണ്. എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പടമായതുകൊണ്ടാണ് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത പടങ്ങൾ വരുമ്പോൾ ഞാൻ ഓപ്പൺഹൈമറിൻ്റെ വാൾപേപ്പർ ഇടുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിട്ട് ഇറ്റ് ഈസ് ഇൻ മൈ ലൈഫ് ടൈമിൽ തന്നെ ഏറ്റവും എക്സ്പെക്റ്റേഷൻ ഉണ്ടായിട്ട് എൻ്റെ എക്സ്പെക്റ്റേഷൻസ് നശിപ്പിച്ച് കളഞ്ഞ, എന്നെ വല്ലാതെ ബോറടിപ്പിച്ച് എന്നെ നിരാശപ്പെടുത്തിയ ഒരു സിനിമയാണ് എന്നെ സംബന്ധിച്ചിട്ട് ഓപ്പൺഹൈമർ. കാരണം എൻ്റെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് ഓഫ് ദി ഫേവറേറ്റ് ഡയറക്ടറിൻ്റെ സിനിമ കാണാൻ വേണ്ടി ഞാൻ ഇവിടെ നിന്ന് ഫ്ലൈറ്റും പിടിച്ച് ഞാൻ മിഡ് നൈറ്റ് പ്രീമിയറിന് പോയിട്ട് ബോറടിച്ച് ചത്ത അവസ്ഥ. അപ്പോൾ എൻ്റെ ബിഗ്ഗസ്റ്റ് ഡിസപ്പോയിൻമെൻ്റ് ആണ് ഓപ്പൺഹൈമർ. അപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ഈ സിനിമ വന്നില്ല. എന്നെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ഹാഫ് വാസ് കിടിലം, ഒന്നും പറയാനില്ല, വേറെ ലെവൽ ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ബോറടിച്ച്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഈ കാസ്റ്റ് ഹെലൻ ഓഫ് സ്പാർട്ടേനെയൊക്കെ നാറ്റിച്ച് കളഞ്ഞു. ഹെലൻ ഓഫ് സ്പാർട്ടേനെ നമ്മൾ അറിയുന്നത്, ഹെലൻ ഓഫ് സ്പാർട്ട അങ്ങനെ ഒരു അന്ത ലെവൽ ക്യാരക്ടറാണ്. ആ ഹെലൻ ഓഫ് സ്പാർട്ടേനെയൊക്കെ ഇതിനകത്തുണ്ടല്ല വിളിച്ചു വരുന്നത് അപമാനിച്ച പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ എനിക്ക് തോന്നി. എന്തായാലും ശരി, എന്നെ സംബന്ധിച്ചിട്ട് ദിസ് ഇസ് ജസ്റ്റ് ആൻ ഓക്കെ മൂവി ബട്ട് എ ഗ്രേറ്റ് ടെക്നിക്കൽ അച്ചീവ്മെൻറ്റ്. അത് പറയാതിരിക്കാൻ വയ്യ എന്തായാലും. പിന്നെ ലുഡ്വിഗ് ഗൊറാൻസൺ, എൻ്റെ മോനെ, ഇതിനകത്ത് ചില സമയത്ത് എനിക്ക് മറ്റേ ഡപ്പാങ്കൂത്ത് മ്യൂസിക് വരെ കേട്ട പോലെ തോന്നി. അന്ത ലെവൽ സ്കോറിംഗ് ഒക്കെ ഉണ്ട്. എന്നാൽ ഞാൻ പോസിറ്റീവ് വേയിൽ പറയാണ്, കുറേ കിടിലൻ സ്കോറിങ് പരിപാടികളൊക്കെ ഉണ്ട്. ദർ ആർ മൂമെൻറ്റ്സ് ഈ സിനിമയിൽ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ഒരു ക്രിസ്റ്റഫർ നോളൻ എന്നുള്ള ഏസ് ഫിലിം മേക്കറിൻ്റെ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ ട്രോയ് എന്നുള്ള സിനിമ ഈ പറഞ്ഞ സെയിം ഹോമറിൻ്റെ മറ്റൊരു ബുക്ക് ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ നമ്മുടെ ബ്രാഡ് പിറ്റിൻ്റെ ട്രോയ് ഇല്ലേ, നമ്മുടെ ഹൾക്കായിട്ട് അഭിനയിച്ച മച്ചാൻ, അതുപോലെ തന്നെ നമ്മുടെ ഒർലാൻഡോ ബ്ലൂം,
പാരറ്റ്സ് ഓഫ് ദി കറേബ്യയിലെ മച്ചാനൊക്കെ ഉള്ള ഇത്, അതിൽ ഹെലൻ ഓഫ് ട്രോയിനൊക്കെ കാണിച്ചാൽ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് നോക്ക്. നമുക്ക് ഹെലൻ ഓഫ് ട്രോയിനെ കാണുമ്പോഴത്തേന് ആ ഒരു ഐശ്വര്യം, അത് എടി ഒരു ഗോഡിനെ ഗോഡായിട്ട് കാണിക്കണം, അല്ലാണ്ട് മനുഷ്യനായിട്ട് കാണിക്കരുത്. അല്ലെങ്കിൽ അതെൻ്റെ അഭിപ്രായമാണ്. നമുക്ക് ഗോഡ് എന്ന് പറയുമ്പോൾ ഗോഡിനായിട്ട് തോന്നണ്ടേ, ഒരു രാജാവിനെ കഴിയുമ്പോൾ രാജാവായിട്ട് തോന്നേണ്ടിയിട്ട് കാര്യമില്ലല്ലോ, രാജാവായിട്ട് തന്നെ തോന്നണ്ടേ. അപ്പം ഇതാണ് എനിക്ക് ദ ഓഡിസി എന്നുള്ള സിനിമയുടെ എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്ത് വേണമെന്നാവാം, നിങ്ങൾ അടി വന്ന് കമൻറ്റ് ചെയ്തോ. പക്ഷേ ഐ ഡോണ്ട് ഗിവ് എ ഡാം. എനിക്ക് എൻ്റെ അഭിപ്രായം മാത്രം വിലക്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. എന്നെ സംബന്ധിച്ചിട്ട് ദിസ് വാസ് ജസ്റ്റ് ആൻ ഓക്കെ മൂവി ഫോർ മീ, നോട്ട് വേർതി ഓഫ് എ റീവാച്ച് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. എന്തായാലും എൻ്റെ മനസ്സ് മാറുകയാണെങ്കിൽ, എനിക്ക് കാണണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ കാണാം. എന്തായാലും അറ്റ് ദ മൂമെൻറ്റ് ഐ എം നോട്ട് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു ട്രാവൽ ഫോർ ദിസ് മൂവി ടു വാച്ച് ഇറ്റ് അഗെയിൻ. ഇത് എൻ്റെ മുന്നിലൊരു ഡോൾബി സിനിമ ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോസ് തിയേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുന്നിലൊരു LED ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ തിയേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഒരു HDR/Barco ഫ്ലാറ്റ് ആസ്പെക്ട് റേഷ്യോ സ്ക്രീൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഐ വുഡ് ഹാവ് ചൂസൺ ഇറ്റ്. അല്ലെങ്കിൽ 70mm IMAX ഉണ്ട്, ഡെഫിനറ്റ്ലി ഐ വുഡ് ഹാവ് ചൂസൺ ദാറ്റ്. എൻ്റെ അഭിപ്രായത്തിൽ ഗുജറാത്ത് സയൻസ് സിറ്റി IMAXൽ ഈ സിനിമ സ്ക്രീൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ എന്തായാലും ഞാൻ ഫ്ലൈറ്റ് പിടിച്ചിട്ടാണെങ്കിലും ഞാൻ പോയാനെ സിനിമ കാണാനായിട്ട്, അത് വേറെ കാര്യം. പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഇഫ് യു ആസ്ക് മീ, ദിസ് ഇസ് നോട്ട് എ റീവാച്ചബിൾ വർത്തി ഓഫ് എ മൂവി എന്നുള്ള ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ ഇവിടെ പറഞ്ഞിട്ട് പോകുന്നു. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.